ਤੈਨੂੰ ਜਾਵਾਂ ਮੈਂ ਹੁਣ ਰਾਵਾ ਮੋੜ ਤੇ ਰੋਜ਼ ਤੈਨੂੰ ਚਾਹੁੰਦੇ ਜਾਂਦੇ ਤੇਰੇ ਹੁਸਨ ਤੇ ਮਰਦੇ ਅਸੀਂ. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ്, നമ്മളുടെ വീട്ടിൽ തന്നെയുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ്. എനിക്കിപ്പോ ക്ലാസ് തുടങ്ങിയിട്ടില്ല, നെക്സ്റ്റ് വീക്ക് തുടങ്ങുള്ളൂ. എണീറ്റപ്പോ തന്നെ പല്ലൊക്കെ തേച്ച് സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞ് ഞാൻ അടിയിലോട്ട് വന്നു. ഡയറ്റിലായോണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് 2 മുട്ട പുഴുങ്ങിയതാണ് കഴിച്ചത്. റൂമും കാര്യങ്ങളൊക്കെ ആദ്യം ഓഫീസിൽ പോയി കഴിഞ്ഞ ശേഷം ഉണ്ടോ എന്നെ ക്ലീൻ ചെയ്യാറ്. പിന്നെ ഇന്ന് ആരിഫത്ത് ഉണ്ട് കേട്ടോ ക്ലീനിങ് ഒക്കെ ചെയ്യാനായിട്ട്. അക്കുറിന് സ്കൂള് തുറന്ന ശേഷം പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഉമ്മി ജിമ്മിൽ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ വീട്ടിൽ തന്നെ ഉണ്ടോ വർക്ക്ഔട്ട് ഒക്കെ. ആദ്യം ഓഫീസിൽ ലഞ്ച് ഇപ്പൊ കൊണ്ടുപോകാറില്ല, അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും കട്ട് ഫ്രൂട്ട്സ് കൊടുത്തുവിടലാണ്. അപ്പൊ ഇന്നിതാ പേരൊക്കെയാണ്. ആദ്യം ബ്രേക്ക്ഫാസ്റ്റിന് എഗ്സ് തന്നെ ഉണ്ടോ, ഒരു ലഞ്ച് കിറ്റ് ഉണ്ട്, അപ്പൊ ഞാൻ അതിലാണ് കേട്ടോ കൊടുത്തുവിടുന്നത്. ആദ്യം മുകളിൽ നിന്ന് ഡ്രസ്സൊക്കെ ഇട്ട് വന്നാലും അടിയിലാണെന്ന് ടച്ചപ്പ് ഒക്കെ ചെയ്യാറ്. പിന്നെ സമത് വന്നവരെ വെയിറ്റ് ചെയ്യണം. ഞാൻ ആ നേരം കൊണ്ട് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചു. ബെഡ്ഷീറ്റ് ഒക്കെ മര്യാദ ഇട്ടുകഴിഞ്ഞാൽ പിന്നെ ആരിഫത്തൊക്കെ അടിച്ചു വരാനും തുടക്കാനൊക്കെ സിമ്പിൾ ആയിരിക്കുമല്ലോ. ഞാൻ അടിയിലെത്തിയപ്പോഴേക്കും ആദ്യം പോയപ്പോ എന്താ ലഞ്ച് കിറ്റ് കൊണ്ടുപോയില്ല. പിന്നെ പേരൊക്കെ ഞാനും ഉമ്മയും കൂടെ കഴിച്ചു. പിന്നെ ഗ്ലൂട്ടോത്താൻ പോലും മാറിക്കുന്നു പറഞ്ഞ ഫേസ് പാക്ക് ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. വളരെ കുറച്ച് സംഭവങ്ങൾ കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ആദ്യം നല്ല കട്ടത്തേരാണ് ഞാൻ എടുത്തത്. അതിലോട്ട് കുറച്ച് കോഫി പൗഡർ ഇട്ട് കൊടുത്തു. ഞാൻ നോർമൽ കാപ്പിപ്പൊടിയാണ് കേട്ടോ ഉപയോഗിച്ചത്. പിന്നെ ഡ്രൈ സ്കിൻ അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് യൂസ് ചെയ്യാം. എന്റേത് ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഞാൻ ടൊമാറ്റോ ജ്യൂസ് ആണ് എടുത്തത്. പിന്നെ ഇത് നല്ലോണം മിക്സ് ചെയ്യാം, മുഖത്തോട്ട് തേക്കുക. ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ്സ് ആണ് കേട്ടോ നമ്മൾ വെക്കേണ്ടത്. പിന്നെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ജെന്റ്ലി മസാജ് ചെയ്യുന്നത് നല്ലതാണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അത്യാവശ്യം കുറെ ഞാനെടുത്ത് തേക്കുന്നുണ്ട് കേട്ടോ മുഖത്ത്. സാധനം വേസ്റ്റ് ആക്കാൻ പറ്റൂലോ. അതിന്റെ ഇടയിൽ അമ്മ വന്നിട്ടോ, അങ്ങനെ ഞാൻ അമ്മൂക്കും ഇട്ട് കൊടുത്തു. പിന്നെ ഉമ്മയും ഇട്ടിട്ടോ. പിന്നെ മഴയാണെങ്കിൽ ഇന്ന് ചിണുങ്ങിയാ നിൽക്കുന്നത്. പിന്നെ ഞാൻ എന്റെ ലഞ്ചിന്റെ പരിപാടി നോക്കി. ആദ്യം തന്നെ നമ്മൾ മെഷർ ചെയ്യണമല്ലോ ചിക്കനൊക്കെ. ഉച്ചക്ക് അലോട്ട് ചെയ്തിരിക്കുന്നത് 200 ഗ്രാം ചിക്കനാണ്. ചിക്കൻ പൊരിച്ചല്ല കേട്ടോ നമ്മൾ കഴിക്കുന്നത്, എയർ ഫ്രൈ ചെയ്താണ് കഴിക്കണത്. പിന്നെ ഫേസ് പാക്ക് 20 മിനിറ്റിൽ കൂടുതൽ വെച്ച് അപ്പോഴാണൊന്ന് ഡ്രൈ ആയത്. പേഴ്സണലി എനിക്ക് നല്ല റിസൾട്ട് തോന്നി. പിന്നെ 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ടൊക്കെ തേച്ചാലേ റിസൾട്ട് കിട്ടുള്ളൂ നല്ലോണം. ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ തുറന്നു നോക്കിയപ്പോഴാണ് മനസ്സിലായത് അക്കുറുവിന്റെ ആയിരുന്നു. ചിക്കന്റെ കൂടെ പിന്നെ ചപ്പാത്തി ആണ് കേട്ടോ, അത് ഒരെണ്ണം. ഇന്നൊരു ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു, അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഷൂട്ടിന് റെഡിയായി. ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് എപ്പോഴും കാണുന്നൊക്കെ തന്നെയാണ്. ഷൂട്ട് ഫോട്ടോജിൽ വെച്ചിട്ടാണ് കേട്ടോ, സീക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ഷൂട്ട് കഴിഞ്ഞാൽ പിന്നെ വേഗം വീട്ടിൽ വന്ന് റെഡി ആവണം, ജിമ്മിൽ പോണേ. ഇന്ന് ആദ്യം ഓഫീസിൽ നിന്ന് വന്നപ്പോ എനിക്ക് സർപ്രൈസ് ആയിട്ട് ഒരു സാധനം കൊണ്ടുവന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇത് വാങ്ങുമെന്ന് എനിക്ക് അറിയായിരുന്നു, പക്ഷെ അത് ഇന്നാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇത് തുറന്നു നോക്കുന്ന ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഐ പ്ലാന്റിന്റെ കിറ്റ് കണ്ടപ്പോ പിന്നെ പറയണ്ട, ഞാൻ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു മാക്ബുക്ക്. അത് ഞാൻ ആഗ്രഹിച്ച കളറിന് എനിക്ക് കിട്ടി. പിന്നെ ഇതാ ഈ ഒരു സ്റ്റിക്കർ കയറുന്നത് ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്. ആപ്പിളിന്റെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് അത് തന്നെയാണ് ഇഷ്ടം. ആൻഡ്രോയിഡിലോട്ട് പിന്നെ പോവാനേ തോന്നിയിട്ടില്ല ഗൈസ്. അങ്ങനെ എന്റെ ഡ്രീം കളർ സ്റ്റാർലൈറ്റ് തന്നെ എനിക്ക് കിട്ടി. എന്റെ ലൈഫിൽ എന്റെ ആദ്യത്തെ ലാപ്പാണ് കേട്ടോ ഇത് ഗൈസ്. ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് അൺബോക്സിംഗ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒന്നും കൂടി എടുത്തിട്ട് നേരെ ജിമ്മിലോട്ട് പോയി. പക്ഷെ ഞാൻ ഭയങ്കര ടയേർഡ് ആയിരുന്നോണ്ട് തന്നെ ഞാൻ വർക്ക്ഔട്ട് ഒന്നും അങ്ങനെ ചെയ്തില്ല. കാർഡിയോയും പിന്നെ കുറച്ച് ആബ്സിനും വർക്ക്ഔട്ട് ചെയ്തു. അങ്ങനെ ജിമ്മൊക്കെ കഴിഞ്ഞ് നേരെ പോയത് തമാക്കിലോട്ടാണ്. ഡയറ്റ് ഒന്നും പൊട്ടിച്ചിട്ടില്ല കേട്ടോ. ഗ്രിൽഡ് ചിക്കൻ നമുക്ക് കഴിക്കാം. 8 മണിക്കുള്ളിൽ നമ്മളുടെ ഡിന്നർ നമ്മൾ തീർക്കും. പിന്നെ വീട്ടിൽ ചെന്നിട്ട് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല. ഫോൺ നോക്കുക, വീഡിയോസ് എഡിറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ളൂ. പിന്നെ രാത്രി ആയപ്പോ അതിനൊരു ഫ്രണ്ട് വന്ന ലാപ്പൊക്കെ സെറ്റ് ചെയ്ത് തരാനായിട്ട്. അപ്പൊ ഇന്ന് ഇതൊക്കെയാണ് സംഭവിച്ചത്. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് മൈ വീഡിയോ. കൈൻഡ്ലി സബ്സ്ക്രൈബ്.